1,00,000-ലധികം ഭക്തർ കഴിഞ്ഞ ദിവസം എത്തിയതിന് പിന്നാലെ ശബരിമലയിൽ ഇന്നും കനത്ത തിരക്കായിരുന്നു. തിരക്ക് കുറയ്ക്കാനായി ദർശനത്തിന് പോകുന്ന ഭക്തരെ നിലയ്ക്കലും മറ്റ് പ്രധാന ഇടത്താവളങ്ങളിലും പോലീസ് തടഞ്ഞു. ഇവരുടെ വാഹനങ്ങൾ വിടാൻ അനുമതി നൽകിയില്ല. തുടർന്ന് പലയിടത്തും കുട്ടികളടക്കം അയ്യപ്പ ഭക്തർ വലിയ ബുദ്ധിമുട്ടിലാണ്. 16 മണിക്കൂറോളമായി സന്നിധാനത്തേക്ക് പോകാനാകുന്നില്ലെന്ന് പല ഭക്തരും പരാതി പറഞ്ഞു. തടഞ്ഞു നിർത്തിയിടങ്ങളിൽ മതിയായ ആഹാരമോ കുടിവെള്ളമോ ടോയ്ലറ്റ് സൗകര്യങ്ങളോ ഇല്ലെന്ന് ഭക്തർ അറിയിച്ചിരുന്നു. മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കടത്തിവിടാത്തതിനെ തുടർന്ന് കോട്ടയത്തും വൈക്കത്തും പൊൻകുന്നത്തും ഇടത്താവളങ്ങളോട് ചേർന്ന് അയ്യപ്പ ഭക്തർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുന്നുണ്ട്. ചിലയിടങ്ങളിൽ പോലീസ് ഇടപെട്ട് കുടിവെള്ളം എത്തിച്ചു. അതേസമയം തന്നെ ഈ ഒരു പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. ഓരോ ദിവസവും ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ്. ഇവർക്ക് പ്രയാസങ്ങളൊന്നും കൂടാതെ ശബരിമലയിൽ എത്താനുള്ള മാർഗം സർക്കാർ സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. പാലാ പൊൻകുന്നം റോഡിൽ എലിക്കുളം മുതൽ ഇളംകുളം ക്ഷേത്രം വരെയുള്ള 8 കിലോമീറ്റർ റോഡിൽ ഗതാഗത കുരുക്കുണ്ടായി. ഞായറാഴ്ച മാത്രം 18-ാം പടി കടന്ന് ദർശനം നടത്തിയത് 1,00,000-ലധികം ഭക്തരായിരുന്നു. 1,969 പേരാണ് കഴിഞ്ഞ ദിവസം സന്നിധാനത്തെത്തിയത്. ഇതിൽ 5,798 പേർ പുല്ലുമേട് വഴിയാണ് എത്തിയത്. ഇതോടെ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇന്നലെ വരെ ദർശനം നടത്തിയവരുടെ എണ്ണം 5 ലക്ഷം കവിഞ്ഞു. ഈ സീസണിലെ ഏറ്റവും തിരക്കേറിയ ദിവസമായി മാറി ഇന്നലെ. ശബരിമലയിൽ വലിയ തിരക്കായിരുന്നു. തീർത്ഥാടകരുടെ എണ്ണത്തിൽ റെക്കോർഡിടുകയും ചെയ്തു. കഴിഞ്ഞ 10 ദിവസത്തിനിടയിലെ ഏറ്റവും വലിയ തിരക്ക്. ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. തിരക്ക് കാരണം പമ്പയിൽ നിന്നും സന്നിധാനത്തെത്താൻ തീർത്ഥാടകർക്ക് 16 മണിക്കൂറിലധികം നേരം വരി നിൽക്കേണ്ടി വരുന്നു. അതിനിടെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും പമ്പയിലേക്കുള്ള വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. മണ്ഡലപൂജയോടനുബന്ധിച്ച് പ്രത്യേക നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചിട്ടുണ്ട്. തിരക്കിനെ തുടർന്ന് എരുമേലിയിൽ ശബരിമല തീർത്ഥാടകർ റോഡ് ഉപരോധിച്ചിരുന്നു. തീർത്ഥാടക വാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിടാത്തതിനാൽ പ്രതിഷേധിച്ചായിരുന്നു മണിക്കൂറുകൾ നീണ്ടുനിന്ന ഉപരോധം. പേട്ടതുള്ളൽ പാത അടക്കമാണ് ഉപരോധിച്ചത്. ഇതര സംസ്ഥാന തീർത്ഥാടകരാണ് പ്രതിഷേധവുമായി എത്തിയത്. പമ്പയിൽ തിരക്കേറിയതോടെ എരുമേലിയിൽ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ വാഹനങ്ങൾ പിടിച്ചിട്ടതാണ് തീർത്ഥാടകരെ പ്രകോപിപ്പിച്ചത്. തീർത്ഥാടകർ റോഡിൽ കുത്തിയിരുന്നതോടെ എരുമേലി റാന്നി റോഡിലാകെ ഗതാഗതം തടസ്സപ്പെട്ടു. KSRTC അടക്കം ഇവർ തടഞ്ഞിട്ടു. സന്നിധാനത്തെ തിരക്ക് പരിഗണിച്ച് പലയിടത്തും ഗതാഗതം ക്രമീകരിച്ചിട്ടുണ്ട്. ശബരിമലയിലെ തിരക്ക് കുറയുന്ന മുറയ്ക്ക് വാഹനങ്ങൾ ഇറങ്ങുന്നതിനനുസരിച്ച് മാത്രം ഇടത്താവളങ്ങളിൽ നിന്ന് വാഹനങ്ങൾ കടത്തിവിട്ടാൽ മതി എന്ന നിലപാടിലാണ് പോലീസ്. പ്രതിഷേധം കനത്തതോടെ 2 മണിക്കൂറിന് ശേഷം വാഹനങ്ങൾ കടന്നുപോകാൻ പോലീസ് അനുവാദം നൽകി. അതിനിടെ ശബരിമലയിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നീലിമല വരെ നീണ്ട ക്യൂ ആണ് അനുഭവപ്പെടുന്നത്. പമ്പയിൽ മണിക്കൂറുകൾ ഇടപെട്ടാണ് ഭക്തരെ കടത്തിവിടുന്നത്. 12 മണിക്കൂറിൽ അധികം നേരമാണ് ഭക്തർക്ക് കാത്തിരിക്കേണ്ടതായി വരുന്നത്. ഇടത്താവളങ്ങളിലും ഗതാഗത നിയന്ത്രണം തുടരുകയാണ്.